മോർണിംഗ് വോയിസ് എന്ന പ്രതിദിന വചനധ്യാന പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. യേശുവേ എൻ്റെ ജീവിത നാളെല്ലാം നീ എനിക്കാശ്രയമേ. യേശുവേ എൻ്റെ ജീവിത നാളെല്ലാം നീ എനിക്കാശ്രയമേ. നിൻഹിതം ഞാനെന്നും ചെയ്തിടുവാനായി എൻ ഹിതം മുറ്റുമായി സമർപ്പിക്കുന്നേ. നിൻഹിതം ഞാനെന്നും ചെയ്തിടുവാനായി എൻ ഹിതം മുറ്റുമായി സമർപ്പിക്കുന്നേ. ഞാനല്ല ഇനി ജീവിക്കുന്നത് ഞാനല്ല ഇനി ഞാനല്ല, യേശുവത്രേ എന്നിൽ ജീവിക്കുന്നു. ഇന്ന് ദൈവവചനത്തിൽ നിന്ന് കർത്താവിൻ്റെ ദാസൻ വിജയദാസ് ചുട്ടിക്കോണം ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. പ്രാർത്ഥന ശ്രവിച്ചാലും. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. മോർണിംഗ് വോയിസിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും ക്രിസ്തുയേശുവിലുള്ള സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി പുറപ്പാട് പുസ്തകം 33-ാം അധ്യായം 21 മുതൽ 23 വരെയുള്ള വചനഭാഗം വായിക്കുന്നു. ഇതാ, എൻ്റെ അടുക്കൽ ഒരു സ്ഥലമുണ്ട്, അവിടെ ആ പാറമേൽ നീ നിൽക്കണം. എൻ്റെ തേജസ് കടന്നു പോകുമ്പോൾ ഞാൻ നിന്നെ പാറയുടെ ഒരു പിളർപ്പിലാക്കി ഞാൻ കടന്നു പോകുവോളം എൻ്റെ കൈകൊണ്ട് നിന്നെ മറയ്ക്കും. പിന്നെ എൻ്റെ കൈ നീക്കും, നീ എൻ്റെ പിൻഭാഗം കാണും, എൻ്റെ മുഖമോ കാണാവതല്ല എന്നും യഹോവ അരുളിച്ചെയ്തു. നാം വായിച്ചു കേട്ടതായ ദൈവവചന ഭാഗത്തു നിന്നും ദൈവത്തിൻ്റെ മനുഷ്യനുമായിട്ടുള്ള ഒരു അഭിമുഖമായ കൂടിക്കാഴ്ച അത് എപ്രകാരമായിരുന്നു എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ദൈവത്തിൻ്റെ കരങ്ങളെ വളരെയധികം പ്രയോജനപ്പെട്ട മോശെ എന്ന അതുല്യനായ പ്രവാചക ശ്രേഷ്ഠനായ ആ കർത്താവിൻ്റെ ദാസനെ ദൈവം എത്രമാത്രം സ്നേഹിച്ചു, എത്രമാത്രം തന്നോടുകൂടെ ഇരുന്ന് പ്രവർത്തിച്ചു എന്നുള്ളതെല്ലാം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്ന വിഷയങ്ങളാണ്. ആ മോശയോടുള്ള ബന്ധത്തിൽ തൻ്റെ ഹൃദയത്തിൽ ഉണ്ടായ വലിയ ആഗ്രഹം ദൈവത്തോട് പങ്കുവച്ചു. ദൈവത്തെ കാണണം. ആ താല്പര്യം ദൈവം അംഗീകരിച്ചു. എന്നാൽ ദൈവം പറയുന്നുണ്ട്, എന്നെ കണ്ടിട്ട് ആർക്കും ജീവിച്ചിരിക്കുവാനായിട്ട് കഴിയുകയില്ല. അപ്രകാരമുള്ള തേജസ്സും മഹത്വവുമാണ് തനിക്കുള്ളത് എന്നുള്ള കാര്യം ദൈവം മോശയോട് പറയുകയും ചെയ്തതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. നാം ഇവിടെ ചിന്തിക്കുവാനായിട്ടിടയായിട്ട് തീരുന്നത്, അവിടെ മോശയുമായിട്ട് കാണുവാൻ തക്കവണ്ണം ദൈവം തിരഞ്ഞെടുത്ത സ്ഥലമാണ് പ്രധാനമായിട്ട് എന്നെ ചിന്തിപ്പിച്ചതായിരിക്കുന്ന വിഷയം. അതായത് പാറയിൽ വെച്ച് ഒരു സംഗമം. നമുക്കറിയാം, ദൈവം തന്നെക്കുറിച്ച് വെളിപ്പെടുത്തിയിരിക്കുമ്പോൾ അത്യുന്നതമായ പാറയെന്ന് നാം തിരുവെഴുത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നാം അനുഗമിച്ച പാറ, അല്ലെങ്കിൽ ഇസ്രായേൽ ജനത്തോടുള്ള ബന്ധത്തിൽ പറഞ്ഞാലും ആത്മീയ അർത്ഥത്തിൽ നമ്മെക്കുറിച്ച് ചിന്തിച്ചാലും നാം അനുഗമിക്കുന്ന ഒരു ആത്മീയ പാറയുണ്ട്. അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. അപ്പോൾ ഇവിടെ ഒന്നാമതായിട്ട് നമ്മൾ കാണുന്നത് ഒരു ഉന്നതമായ പാറ. അതുപോലെ തന്നെ രണ്ടാമതായിട്ട് മോശയെ ദൈവം നിർത്തുന്നത് ആ പാറയുടെ വിള്ളലിലാണ്. അപ്പോൾ അത്യുന്നതമായ പാറയും പിളർക്കപ്പെട്ട പാറയും നമുക്ക് ഈ ഭാഗത്ത് തന്നെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ മോശയെ ദൈവം നിർത്തിയ രണ്ട് സ്ഥലങ്ങൾ, ഒന്ന് ഉന്നതമായ പാറയിൽ നിർത്തുവാനായിട്ടിടയായിട്ട് തീർന്നു. തന്നെയുമല്ല, പിളർക്കപ്പെട്ട പാറയുടെ ഉള്ളിലാക്കി തൻ്റെ കൈകൊണ്ട് മറയ്ക്കുന്നതായിട്ടും നമ്മൾ കാണുവാനായിട്ടിടയായിട്ട് തീരുന്നുണ്ട്. ഈ രണ്ട് അനുഭവങ്ങളിൽ കൂടെ കടന്നുപോയിട്ടുള്ളവരാണ്
ഓരോ ദൈവമക്കളും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഒന്ന്, കർത്താവായ യേശുക്രിസ്തു നമുക്ക് വേണ്ടി കാൽവറിയിലെ ക്രൂശിൽ പിളർക്കപ്പെട്ട പാറയായി തീർന്നിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ആത്മീയമായിരിക്കുന്ന അത്യുന്നതമായിരിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മെ കൈപിടിച്ചുയർത്തുന്ന, അവിടെ നിലനിൽക്കുമാറാക്കുന്ന, അതുപോലെ ദുഷ്ടനും അതുപോലെ പാപവും ലോകവും ഈ ലോകത്തിൻ്റേതായിരിക്കുന്ന യാതൊരു തിന്മകളും നമ്മെ ഏശാതെ വണ്ണം സമ്പൂർണമായി നാം ആ പാറയിൽ ആശ്രയിച്ച് നിൽക്കുമ്പോൾ നമുക്ക് ഏറ്റവും അധികം ദൈവിക അനുഭവങ്ങൾ, ദൈവത്തിൻ്റെ മഹത്വം, തേജസ് ഒക്കെയും വെളിപ്പെടുത്തി തരുവാൻ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു എന്നുള്ള കാര്യം നമുക്ക് ഈ ഭാഗത്ത് നിന്ന് ചിന്തിക്കുവാനായിട്ട് സാധിക്കുന്നതാണ്. എന്നാൽ നാം ആ കാര്യം ചിന്തിക്കുമ്പോൾ തന്നെ പാറയുടെ പിളർപ്പിൽ ആയിരിക്കുന്ന മോശയോടുള്ള ബന്ധത്തിൽ എന്നെ അല്ല എൻ്റെ തേജസ്സാണ് നീ കാണാൻ പോകുന്നതെന്ന് ദൈവം മോശയോട് പറയുന്നുണ്ട്. 33-18 വാക്യം നാം വായിക്കുമ്പോൾ അവിടെ മോശയും ദൈവത്തോട് ആവശ്യപ്പെടുന്നത്, അപ്പോൾ അവൻ നിന്റെ തേജസ് എനിക്ക് കാണിച്ചു തരണമേ എന്നപേക്ഷിച്ചു എന്നാണ്. അപ്പോൾ ദൈവത്തെ ഒരു മനുഷ്യൻ്റെ രൂപകൽപ്പനയിൽ സങ്കല്പിച്ച് ദൈവത്തെ ആ വിധത്തിൽ കാണാൻ കഴിയില്ല, ദൈവമായിട്ട് നേരിട്ട് അങ്ങനെ ഒരു കൂടിക്കാഴ്ചയുള്ള സാധ്യതയില്ല എന്ന് മോശയ്ക്കും അറിയാം. അത് മോശ ആവശ്യപ്പെടുന്ന നിന്റെ തേജസ് എനിക്ക് കാണിച്ചു തരണമെന്ന് തന്നെയാണ്. അപ്പോൾ ആ തേജസ്സിനെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ ആദിമ മനുഷ്യരായ ആദം ഹവ്വമാരെ പൊതിഞ്ഞിരുന്ന ദൈവിക തേജസ്, ആ തേജസ്സിൻ്റെ ആ പ്രഭ കൊണ്ട് മനുഷ്യനും ദൈവവും തമ്മിലുള്ള അകലം ഇല്ലാതിരുന്ന ആ അനുഭവം, ആ ഒരു തേജസ് അത് കാണാനായിട്ടുള്ള വലിയ വാഞ്ച മോശയുടെ ഹൃദയത്തിലുണ്ടായി എന്നുള്ളതാണ്. നാം തിരുവെഴുത്ത് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നതനുസരിച്ച് ആ നഷ്ടപ്പെട്ടു പോയ തേജസ് തിരികെ തരുവാനാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ലോകത്തിൽ വന്നതും മനുഷ്യനായിട്ട് മനുഷ്യൻ്റെ പാപങ്ങളെ ഏറ്റെടുത്ത് ക്രൂശിൽ കഷ്ടമനുഭവിച്ച് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമുക്ക് നീതീകരണവും വിശുദ്ധീകരണവും തേജസ്കരണവും തരുവാൻ നമുക്ക് എന്നേക്കുമായി നഷ്ടപ്പെട്ടു പോയിരുന്ന ആ ദൈവിക ബന്ധത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് ദൈവത്തോടൊപ്പം വസിക്കുന്ന അനുഭവത്തിലേക്ക് കൊണ്ടുവരാൻ തക്കവണ്ണം ആ തേജസ് നമ്മെ ധരിപ്പിക്കുന്ന ഒരു ദിവസമുണ്ട് എന്നാണ് നാം മനസ്സിലാക്കുന്നത്, നാം വിശ്വസിക്കുന്നു. അതിനുവേണ്ടി നാം പ്രത്യാശയോടെ കാത്തിരിക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ മോശയ്ക്ക് അത് ആ ഭാഗികമായ നിലയിലെങ്കിലും കാണുവാനായിട്ടുള്ള ഭാഗ്യം തനിക്കുണ്ടായി എന്ന് നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ മോശയുടെ ശാരീരിക പ്രകൃതിയിൽ ദൈവത്തെ അഭിമുഖമായി കാണുവാനോ ദൈവത്തിൻ്റെ തേജസ് കാണുവാനോ കഴിയാത്തത് കൊണ്ട് ദൈവം മോശയെ ദൈവത്തിൻ്റെ കരങ്ങൾ കൊണ്ട് മറയ്ക്കുന്നതായിട്ട് നമ്മൾ കാണുവാനായിട്ടിടയായിത്തീരുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ദൈവത്തോട് നാം എന്തുമാത്രം ചേർന്ന് വസിക്കുവാൻ ഈ നാളുകളിൽ ആഗ്രഹിക്കുന്നുണ്ട്, ദൈവത്തിൻ്റെ ആ മഹത്വം കാണുവാനായിട്ട്. മോശയുടെ ഹൃദയത്തിലുള്ള ആഗ്രഹം ഈ ലോകത്തിലുള്ള എന്തെങ്കിലും കണ്ണിന് മനോഹരത്വം തോന്നുന്ന അല്ലെങ്കിൽ ലൗകികമായിരിക്കുന്ന മറ്റ് വിഷയങ്ങളെ ഇനി ഭാവിയിൽ എനിക്ക് കണ്ട് സന്തോഷിച്ച് അതിൽ ആനന്ദം കണ്ടെത്തണമെന്നുള്ള ചിന്ത അല്പം പോലും മോശയുടെ ജീവിതത്തിലുണ്ടായിരുന്നില്ല. വേണമെങ്കിൽ അദ്ദേഹത്തിന് അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുകയോ അല്ലെങ്കിൽ സന്തോഷിക്കുകയോ ചെയ്യാമായിരുന്നു. എന്നാൽ പിൽക്കാലത്ത് നമ്മൾ ശലോമോൻ്റെ കാര്യവും അതുപോലെയുള്ള പല ഇസ്രായേൽ രാജാക്കന്മാരുടെ കാര്യമൊക്കെ നോക്കുമ്പോൾ അവർക്ക് ദൈവത്തിൻ്റെ തേജസ് കണ്ട് അതിൽ സന്തോഷിക്കുവാനും അതിനുവേണ്ടിയുള്ള ആഗ്രഹവുമല്ല, ഈ ലോകത്തിൻ്റെ ധനവും ജഡത്തിൻ്റെ സുഖവും അതുപോലെ കണ്ണിന് ആനന്ദമായിട്ട് കിട്ടുന്നതൊന്നും നിഷേധിച്ച് കളയാതെ അതെല്ലാം സ്വീകരിച്ച് അതിൽ രമിച്ച് ജീവിക്കണമെന്നുള്ള കാഴ്ചപ്പാടിലേക്ക് വരുന്നത് കാണുവാനായിട്ട് സാധിക്കും. ഇന്ന് നമ്മെക്കുറിച്ചുള്ള ദൈവിക ഉദ്ദേശം ദൈവത്തിൻ്റെ ആ തേജസ്സും മഹത്വവും നമ്മൾ കണ്ട് അതിൽ സന്തോഷിക്കുവാനിടയായിത്തീരണമെന്നാണ്.
മോശയ്ക്ക് ഇത്രയും ഒരു ദിവ്യ അനുഭവം നൽകണമെങ്കിൽ ദൈവമാണ് അതിൽ ഏറ്റവും അധികം റിസ്ക് എടുക്കേണ്ടി വരുന്നത്. ഇപ്പം മനുഷ്യനായിട്ട് ലോകത്തിലേക്ക് വരുമ്പോൾ ദൈവം തന്നെത്താൻ ഒഴിച്ചു എന്ന് നമ്മൾ വായിക്കുന്നു. ഇവിടെയും മോശയ്ക്ക് ഒരു നഷ്ടവും വരാനില്ല. മോശയ്ക്ക് വേണ്ടി ദൈവം തൻ്റെ മഹത്വത്തെ ആ വിധത്തിൽ ക്രമീകരിച്ചുകൊണ്ട് തൻ്റെ മുന്നിലേക്ക് വരുന്ന കാണുവാനായിട്ട് സാധിക്കും. അങ്ങനെയെങ്കിൽ ഇന്നും ദൈവത്തെ ആത്മാർത്ഥമായിട്ട് ദൈവിക സാന്നിധ്യം അനുഭവിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയെ ദൈവം ഒരിക്കലും വെറുതെ വിടുകയില്ല, അല്ലെങ്കിൽ ആ ആഗ്രഹം ദൈവം സാധിപ്പിക്കും. പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, എനിക്ക് ക്രിസ്തുവിനെ നേടേണ്ടതിനും ക്രിസ്തുവിൽ ഇരിക്കേണ്ടതിനും കർത്താവിൻ്റെ ആ ഒരു അനുഭവം, ആ ഒരു അറ്റാച്ച്മെൻറ്റിൽ നിന്നുകൊണ്ടുള്ള ആ ഒരു ജീവിതത്തെക്കുറിച്ച് കാക്ഷിക്കുന്ന ഒരു അനുഭവം നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. പ്രിയപ്പെട്ടവരെ, നാം ഈ ലോകത്തിൽ സന്തോഷിക്കുവാനായിട്ട് ഈ ലോകത്തിലെ ഒത്തിരി കാര്യങ്ങൾ ഇന്ന് മനുഷ്യന് വേണ്ടി പിശാച് ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആനന്ദവും സന്തോഷവും കണ്ടെത്തുന്ന എന്തിലാണ്? ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ആ വിധത്തിൽ ദൈവിക തേജസ്സും മഹത്വവും വരും ദിവസങ്ങളിൽ നമ്മുടെ ചിന്താവിഷയവും നമ്മുടെ ആഗ്രഹവും തന്നെയുമല്ല, കർത്താവിനെ ആ തേജസ്സോടുകൂടെ നാം കാണുന്നതും നാം തേജസ്കരിക്കപ്പെടുന്നതും അങ്ങനെ ഒരുമിച്ച് ദൈവത്തോടൊപ്പം വസിക്കുന്നതുമായിരിക്കുന്ന ആ നല്ല സുദിനത്തെ പ്രത്യാശയോടെ നോക്കി പാർക്കുവാൻ ഈ ചിന്തകളാൽ വലിയവനായ ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നിന്നോട് ക്രൂശിക്കപ്പെട്ടവനായി ഞാൻ നിനക്കായി ജീവിക്കുന്നു. നിന്നോട് ക്രൂശിക്കപ്പെട്ടവനായി ഞാൻ നിനക്കായി ജീവിക്കുന്നു. എന്നിഷ്ടം ചെയ്യുവാനാവതില്ലെനിക്ക്, വല്ലഭനെന്നിൽ ജീവിപ്പതാൽ. എന്നിഷ്ടം ചെയ്യുവാനാവതില്ലെനിക്ക്, വല്ലഭനെന്നിൽ ജീവിപ്പതാൽ. ഞാനല്ല ഇനി ജീവിക്കുന്നത്, ഞാനല്ല